ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയാൽ നമ്മൾ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ക്ലാസ് കാണാഞ്ഞപ്പോ കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു, ക്ലാസ് ഇടുന്നില്ല എന്നുള്ളത്. വളരെ സന്തോഷം. നിങ്ങള് എന്റെ വീഡിയോസ് കാണുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഒരു ഗ്യാപ്പ് വന്നായിരുന്നു. കുറച്ച് പ്രതീക്ഷിക്കാത്ത കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ടാണ് ഇത്ര നീണ്ടുപോയത്. നമുക്ക് എക്സാം അടുത്തു അല്ലെ? ഇനി ഒരു കൂടിപ്പോയ കുറച്ച് നാളും കൂടെ ഉള്ളൂ. നമുക്കറിയാം. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എക്സാം ഒക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങളിതൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കരുത്. നിങ്ങൾ ആൾക്കാർ നമ്മളൊരു കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കരുത്. പകരം പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. അല്ലെ, ദൈവത്തെക്കുറിച്ചും ബൈബിളും ഒക്കെ കൂടുതൽ അറിയാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് നമുക്കറിയാം, ദൈവത്തെ അറിയാത്തൊരു തലമുറയാ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു അറിവ് ഉണ്ടായിരിക്കണം അല്ലെ? നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു, വീടുകളില് എന്നും പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു. അവര് നമ്മളെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ആ കാലമൊക്കെ ഒത്തിരി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പം ഈ മാതാപിതാക്കളെ കണ്ടായിരിക്കും മക്കള്, വളർന്നു വരുന്ന കുട്ടികള് പഠിക്കുക. ഒബ്സർവേഷൻ, നിങ്ങളെ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മക്കള് പഠിക്കുക. അപ്പം അപ്പനും അമ്മയും പ്രാർത്ഥിക്കാത്തവരും ബൈബിൾ അറിയാത്തവരും ആണെങ്കിൽ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഡെയിലി പ്രാർത്ഥിക്കുക, ബൈബിള് കൂടുതൽ വായിക്കുക, അറിയാനുള്ളൊരു ആർത്തി ഉണ്ടാക്കുക അല്ലെ? നമുക്ക് ആർത്തിയുണ്ട്. എന്താ? ഫുഡിനോടും സീരിയൽ കാണാനും സിനിമ കാണാനൊക്കെ നമുക്കൊരു ആർത്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ബൈബിള് കുറച്ചുകൂടെ പഠിക്കാനുള്ള ഒരു ആർത്തി നമ്മളിൽ ഉണ്ടാക്കി എടുക്കുക. അത് എല്ലാ വർഷവും അർത്ഥമറിയാം എക്സാം എഴുതുന്ന സമയത്ത് മാത്രം ഈ ഒരു പഠിക്കാനുള്ള ഒരു ആഗ്രഹം വരാതെ ഡെയിലി നമ്മളുടെ വീടുകളില് പ്രാർത്ഥനകളും മക്കളെയും കൊണ്ട് ബൈബിള് വായിപ്പിക്കുകയൊക്കെ ചെയ്യുക. കൂടുതൽ അറിയാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക അല്ലെ? ദൈവത്തെ കൂടുതൽ അറിയുക. അതുപോലെ ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാൻ തോന്നിട്ട് ഞാൻ പറയാണ്. എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. എന്നുവെച്ചാൽ നമ്മളുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന അമ്മമാര്, അവരുടെ ചാനൽ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കിയ സമയത്ത് എന്ത് രസമായിട്ടെന്നറിയാമോ ഓരോ കഥകളൊക്കെ ഇട്ടിരിക്കുന്നത്. എനിക്ക് വളരെ വളരെ ആശ്ചര്യമായിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രായത്തിലും, പ്രായമൊരു വിഷയമല്ല, എന്നാൽ ഈ ഒരു പ്രായത്തിലും അവരാ ഒരു എഫേർട്ടൊക്കെ ഇട്ട് പണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നില്ല. നമുക്ക് എന്തോരം മടിയാ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ അത് വളരെ ഒരു സന്തോഷവും വളരെ ഒരു ഇൻസ്പിറേഷനും തോന്നിയ ഒരു കാര്യം എനിക്കതോട് പറയണം തോന്നി. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് മെയിനായിട്ടും ഇന്ന് പറയാനുള്ളത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ അവസാന 2 ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6, ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പം നമ്മളുടെ ഈ വർഷത്തെ തീം എന്തായിരുന്നു? യേശുവിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ അതാണ് നമ്മുടെ ചാപ്റ്റർ 6 കൊടുത്തിരിക്കുന്നത്, ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്കിന്ന് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മളിവിടെ എബ്രായർ 12-ാം അധ്യായമാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എബ്രായർ 12-ൽ ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ശൈലിയാണ് എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിൽ ദർശിക്കുന്നത്. ഓട്ടക്കളത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്ന ശൈലിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വിശ്വാസ പോരാട്ടക്കാരുടെ ധീരമായ മാതൃക പിന്തുടർന്ന് അവർ നമുക്ക് ചുറ്റും വലിയ സാക്ഷികളുടെ സമൂഹമായി നിൽക്കുന്നത് കൊണ്ട് ക്രിസ്തുവിലേക്ക് മുന്നേറുവാൻ ലേഖകൻ ആഹ്വാനം ചെയ്യുന്നു. 12-ാം അധ്യായം 1-ാം വാക്യം എന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതന്നെയല്ലേ നമ്മുടെ പ്രാവശ്യത്തെ തീമോ? യേശുവിലേക്ക് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ ഇവിടെ പറയുന്ന ഓട്ടം ലൗകികമായിട്ടുള്ള ഓട്ടമല്ല, ആത്മീകമായിട്ടുള്ള
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തെ കുറിച്ചാണ് അല്ലെ, ആത്മീയതയുടെ ഓട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലെ ക്രിസ്തീയ ഓട്ടത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശ്വാസികൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരും വിജയത്തിലേക്ക് ഓടുന്നവരുമാണ്. അവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, 1 കൊരിന്ത്യർ 9:24 ഒന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നും അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അല്ലെ, നമുക്കറിയാം ഒരു മത്സരത്തില് ഓട്ട മത്സരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഓടി ജയിക്കുന്നത് ഒരാളായിരിക്കും അല്ലെ. അതുപോലെ നമ്മളും സ്ഥിരതയോടെ ഓടി ജയിക്കാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പം മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ക്രിസ്തു വിശ്വാസികൾ ലക്ഷ്യബോധമുള്ളവരായി മാറും. നമ്മുടെ ക്രിസ്തീയ ഓട്ടത്തെ തടസ്സപ്പെടുത്തുന്നതും നശിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നാം ഉപേക്ഷിക്കണമെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ നോട്ടത്തില് അല്ലെങ്കിൽ ഇപ്പം വേറെ ആൾക്കാരെ നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശരിയായിട്ട് അവർക്ക് തോന്നുമായിരിക്കാം. പക്ഷെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സമാണെന്ന് നമുക്ക് ബോധ്യമായാൽ നമ്മൾ അവയെ വിട്ടുകളയണമെന്നാണ് പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാവണമെന്നില്ല ഇപ്പൊ മറ്റൊരാളുടെ കാഴ്ചപ്പാട് അല്ലെ. ചിലർ നമ്മളെ പരിഹസിച്ചേക്കാം, അല്ലെങ്കിലോ നീ ഇങ്ങനെ വിചാരിച്ചു നടന്നോ, അല്ലെങ്കിൽ അതൊക്കെ തെറ്റായിട്ടുള്ള ധാരണയെ നമ്മളെ പറഞ്ഞ് തെറ്റിക്കാൻ വരുന്ന സമയത്തും നമുക്കതൊരു ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഇതൊക്കെ ഒരു തടസ്സമാണ് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അവയെല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു ധൈര്യം അവിടെ കാണിക്കണം. അതുപോലെ നമ്മൾ വാക്യത്തെ കണ്ടു, സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും വെടിയണമെന്ന് കണ്ടു. ഇവിടെ ഭാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ ദുർമേധസ്സിനെ കുറിച്ച് ആയിരിക്കാം. അതുപോലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ദുസ്വഭാവങ്ങളെ കുറിച്ചും ആയിരിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, ഭാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ ദുർമേധസ്സിനെ കുറിച്ച് ആണ്. അതുപോലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മോട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ദുസ്വഭാവങ്ങളാണ്. അവ എന്തെന്ന് നാം തന്നെ കണ്ടുപിടിക്കണം. അതിനുശേഷം അവയെല്ലാം നീക്കം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം വിജയിക്കുകയുള്ളൂ. അതാണ് അവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത്. ആത്മീയ ജീവിതം വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപങ്ങളും വെടിയണം അല്ലെ. അതിന് ആദ്യം അവ ഏതാന്ന് കണ്ടുപിടിക്കണം, അതിനുശേഷം അവ നീക്കം ചെയ്യണം. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു പോകേണ്ട കാര്യമേ ഉള്ളൂ. അങ്ങനെ മനപ്പാഠം പഠിക്കാൻ കാണാപ്പാഠം പഠിക്കാനുള്ള ഒന്നും തന്നെ ഇതിനകത്തില്ല. പിന്നെ അതുപോലെ ഇവിടെ പറയുന്നുണ്ട്, കായിക മത്സരങ്ങളിലൊക്കെ നമ്മളിപ്പം പങ്കെടുക്കാൻ പോകുന്നവരൊക്കെ അല്ലേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും കാര്യങ്ങളും അല്ലെ, പല ഫുഡുകളും അവര് ഒഴിവാക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതവും അല്ലെ. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ ഭക്ഷണപരമായ കാര്യങ്ങളിൽ വർജനം ആചരിക്കുകയും നിഷ്ഠാപൂർവമായ ശിക്ഷണം അഭ്യസിക്കുകയും ചെയ്യുന്ന പോലെ ആത്മീയ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നവർ പലതും വർജിക്കുകയും നിഷ്ഠയോടെ ജീവിക്കുകയും വേണം. സ്ഥിര നിശ്ചയോടെ ഓടണം എന്നത് ഇവിടുത്തെ പ്രധാന ആഹ്വാനമാണ്. ഇവിടുത്തെ 12ാം അധ്യായത്തിലെ പ്രധാന ആഹ്വാനം എന്താണ്? സ്ഥിര നിശ്ചയത്തോടെ ഓടണം. യാതൊന്നും നമ്മുടെ ശ്രദ്ധയെ പതറിക്കുവാനോ നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുവാനോ പാടില്ല. ഗലാത്യർ 5:7 എന്താ പറയുന്നേ? നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ് അല്ലെ. അവന്റെ അടുത്തേക്ക് എത്തുന്ന ഓട്ടത്തില് നമ്മളെ ഒന്നും തടസ്സപ്പെടുത്തുവാൻ പാടില്ല. അങ്ങനെ വരുന്ന തടസ്സങ്ങളെയൊക്കെ അങ്ങനെയുള്ള പാപങ്ങളെയും ഭാരങ്ങളെയൊക്കെ നമ്മൾ കണ്ടെത്തി അവയെല്ലാം ഒഴിവാക്കണം. അതുപോലെ നിഷ്ഠയുള്ളൊരു ജീവിതം നയിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിര നിശ്ചയത്തോടെ ഓടുവാൻ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തു ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവൻ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് പറഞ്ഞാണ്. അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായതുകൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായി നാം ക്രിസ്തുവിനെ കാണണം. ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ എന്താണ്? ആദിയും അന്തവുമായി. നമ്മുടെ വിശ്വാസത്തിന്റെ ആൽഫയും ഒമേഗയുമായിട്ട് നാം ക്രിസ്തുവിനെ കാണണമെന്നാണ് ഇവിടെ പറയുന്നത്. യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണ മനുഷ്യനായി തന്റെ ദൗത്യം വിജയകരമായി നിർവഹിച്ച കർത്താവിനെ വിശ്വസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ചോദ്യം. യേശുവിനെ നോക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്?
പൂർണ്ണ മനുഷ്യനായി തന്റെ ദൗത്യം വിജയകരമായി നിർവഹിച്ച കർത്താവിനെ വിശ്വസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. നോക്കുക എന്നതിന് വിശ്വസിക്കുക എന്നും അർത്ഥമുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നോക്കുക എന്നതിന് വിശ്വസിക്കുക എന്നും അർത്ഥമുണ്ട്. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ദുർബല ഹൃദയരായി തുടർന്നു പോകരുത്. പോരാട്ട ജീവിതത്തിൽ അതിനുള്ള സാധ്യതകൾ ധാരാളമാണ്. അതിനെ അതിജീവിക്കുവാൻ വിശ്വാസികൾക്ക് സാധ്യമാകണം. കഷ്ടങ്ങൾ സഹിച്ചു മരിച്ച് ഉദ്യുതനായി വിജയിച്ച ക്രിസ്തുവിനെ നമ്മൾ മാതൃകയാക്കണം. അല്ലെ? ആരെ നമ്മൾ മാതൃകയാക്കേണ്ടത്? കഷ്ടത സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജയിച്ച കർത്താവിനെയാണ്, ക്രിസ്തുവിനെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മളിനി നോക്കാൻ പോകുന്നത് എബ്രായർ 12:5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നത് ബാലശിക്ഷ പുത്രത്വത്തിന്റെ ലക്ഷണം എന്നാണ് പറയുന്നത്. ഇനി ആ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ഇവിടെ എന്താ പറയുന്നത്? കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നമ്മൾ മുഷികയും ചെയ്യരുത്. കർത്താവ് സ്നേഹമുള്ളവരെയാണ് ശിക്ഷിക്കുന്നത്. അല്ലെ? അപ്പൻ ശിക്ഷിക്കാത്ത മക്കളില്ല എന്ന് പറയുന്ന പോലെയാണ് കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നത്. ബാലശിക്ഷ സഹിച്ചാല് ദൈവം മക്കളോടെന്ന പോലെ നമ്മളോട് പെരുമാറുന്നു എന്നാണ് പറയുന്നത്. ഇത് വായിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന പാട്ട് ഏതാന്ന് ചോദിച്ചാൽ, ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലരും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. അതന്നെയല്ലേ എവിടെയും പറയുന്നേ? അല്ലെ? നമ്മളെ ശിക്ഷിക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ശിക്ഷണത്തിലും ശാസനത്തിലും നമ്മൾ മുഷിയരുതെന്നാണ് നമ്മൾ ആ വാക്യങ്ങളിൽ കാണുന്നത്. ഇനി ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്തിനു വേണ്ടിയുള്ളതാണ് ശിക്ഷണം? ഇവിടെ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടവർ ദൈവമക്കളാകുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ ആത്മീയ അനുഗ്രഹങ്ങളാക്കുവാൻ ദൈവത്തിന് സാധ്യമാകും. അതിനാണ് ശിക്ഷണമുള്ളത്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയൊക്കെ ആത്മീയ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധ്യമാകും. രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ദൈവമക്കളാവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ശിക്ഷണം ഉള്ളത്. ശിക്ഷണം നൽകുന്നത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാക്യം എഴുതാമെന്ന് നമ്മൾ കുറച്ചു മുന്നേ വായിച്ചു അല്ലേ? 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അത് നമുക്കവിടെ പോയിന്റ് എഴുതാവുന്നതാണ്. ഇനി അടുത്തവിടെ പറയുന്നുണ്ട്, ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കുന്നത് നീതിഫലമുള്ളവര് ആകുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെ? നീതിഫലമുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മക്കളെ ശിക്ഷിക്കുന്നത്. അത് നീതി എന്ന സമാധാന ഫലമാകുന്നു. നീതി എന്ന സമാധാന ഫലമാകുന്നു. നീതിയും വിശുദ്ധിയുമുള്ള ജീവിതം നയിക്കുവാൻ നമ്മൾ പ്രാപ്തരാക്കുന്നു. എന്തിനു വേണ്ടിയാ ദൈവം ശിക്ഷിക്കുന്നത്? നീതിയും വിശുദ്ധിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ? അത് നമ്മെ ദൈവത്തോട് മത്സരിക്കാതെ അവന്റെ വചനം അനുസരിക്കുവാൻ കഴിയുന്നവരാക്കുകയും ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ശിക്ഷയെല്ലാം അനുഭവിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണം എന്താണ്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ മക്കളെ ശിക്ഷിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ദൈവം ശിക്ഷിക്കുന്നതിന്റെ കാരണം നീതി ഫലമുള്ളവരാക്കുവാൻ വേണ്ടിയിട്ടാണ്. അത് നീതി എന്ന് പറയുന്നത് സമാധാന ഫലമാണ്. നീതി വിശുദ്ധിയുമുള്ളൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ ശിക്ഷിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത് നമ്മ ദൈവത്തോട് മത്സരിക്കാതെ അവന്റെ വചനം അനുസരിക്കാൻ വേണ്ടിയിട്ട് നമ്മെ കഴിവുള്ളവരാക്കുകയും ദൈവരാജ്യത്തിന്റെ അനുഭവക്കാരാക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ പറയുന്നു. റോമർ 14:17 വായിച്ചു നോക്കുക. അതുപോലെ പറയുന്നുണ്ട്, കർത്താവിന്റെ ശിക്ഷയെ നിരസിക്കുന്നവർക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കത്തില്ല. അല്ലെ? ശിക്ഷകളെ നിരസിക്കുന്നവർക്ക് ഈ അനുഗ്രഹങ്ങളൊന്നും ലഭിക്കുകയില്ല. കഷ്ടതകൾ ദൈവഹിതമാണെന്ന് അംഗീകരിച്ച് കീഴടങ്ങുമ്പോൾ തൽക്കാലം വിഷമം തോന്നുമെങ്കിലും നിത്യമായ ആത്മീയ അനുഗ്രഹങ്ങൾക്കത് കാരണമാകും. നമ്മളിതൊക്കെ പറയുമെങ്കിലും
നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രാവർത്തികമാക്കാൻ കുറച്ച് പ്രയാസമല്ലേ. നമുക്ക് കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ പഴിക്കുക ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്നോട് എന്തിനെങ്ങനെ ചെയ്ത എന്നല്ലേ. അപ്പോഴും നമ്മളവിടെ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനൊക്കെ പിന്നിലൊരു ഉദ്ദേശമുണ്ടാവും, അല്ലെങ്കിൽ ഒരു പദ്ധതികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കഷ്ടതകളൊക്കെ എനിക്ക് തരുന്നത് നാളത്തെ എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പം നമ്മൾ സഹിക്കുന്ന ചെറിയ നിസാരമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ മഹത്വത്തിന് വേണ്ടി നമ്മളെ സജ്ജരാക്കുന്നതാണ്. തൽക്കാലം ഒരു വിഷമം തോന്നുമെങ്കിലും കഷ്ടതകളൊക്കെ ദൈവത്തിന്റെ ഹിതമാണെന്ന് അംഗീകരിച്ച് നമ്മൾ കീഴടങ്ങുമ്പോൾ നമുക്ക് നിത്യമായ ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാകും. നമ്മൾ തളർന്നു പോകാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് എത്ര ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഉണ്ടായാലും അവൻ എന്നെ നടത്തും അല്ലെ. വാഗ്ദത്തങ്ങളെ വിശ്വസനായ നമ്മുടെ ദൈവം നമ്മെ നടത്തുന്ന ഒരു ബോധ്യത്തിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ആത്മീയ അനുഗ്രഹമായി മാറുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ നമുക്ക് വെറും നിസ്സാരമായിട്ട് തോന്നും. അവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, 2 കൊരിന്ത്യർ 4:17. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ആ വാക്യം ഒന്നെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ലാസ്റ്റ് ചോദ്യം അതായിരുന്നു, കഷ്ടതകൾ സഹിക്കുന്നത് കൊണ്ട് നാം എന്താണ് നേടുന്നത്? കഷ്ടതകൾ ദൈവഹിതമാണെന്ന് അംഗീകരിച്ച് കീഴടങ്ങുമ്പോൾ തൽക്കാലം വിഷമം തോന്നുമെങ്കിലും നിത്യമായ ആത്മീയ അനുഗ്രഹങ്ങൾക്കത് കാരണമാകും. അതുപോലെ ആ വാക്യം കൂടെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എബ്രായർ 12:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണത് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സഭാമക്കൾ എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? സഭാമക്കൾ എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് 4 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പോയിന്റ് നോക്കി പോകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വാക്യങ്ങളോടെ വായിച്ചു പോവാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വിശ്വാസികൾ എല്ലാവരോടും സമാധാനമായിരിക്കുക. വാക്യം 14-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതുകൊണ്ട് എല്ലാവരും സമാധാനമായിരിക്കാനാണ് ഇവിടെ പറയുന്നത്. സഭയ്ക്കുള്ളിൽ ഐക്യവും സമാധാനവും അത്യാവശ്യം ഉണ്ടാകണം. ഇച്ചിരി പാടുള്ള കാര്യം അല്ലെ. നമ്മുടെ സഭയിലൊക്കെ ഇപ്പൊ തീരെ കാണാനില്ലാത്തൊരു കാര്യമാണ് സമാധാനം എന്ന് പറയുന്നത്. ഒരു പൊതുയോഗം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മീറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം സമാധാനക്കേടുകളല്ലേ. അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഐക്യ സമാധാനം ഉള്ളവരായിട്ട് മാറണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടാണ്ട്, അല്ലാണ്ട് എനിക്കെല്ലാ സ്ഥാനമാനങ്ങളും വേണം, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുൻപിൽ നിൽക്കണം എന്നുള്ളൊരു സ്വാർത്ഥതയൊക്കെ മാറ്റി വെച്ചിട്ട് സമാധാനം ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, സമാധാനം ഉള്ളവരായിരിക്കണം. അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണം നമ്മളെന്നാണ് ഒന്നാമത്തെ പോയിന്റില് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സമാധാനമുള്ളവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്കൂടെ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? വിശ്വാസികൾ എല്ലാവരോടും സമാധാനമായിരിക്കുക. രണ്ടാമതായിട്ട് പറയുന്നുണ്ട് വിശുദ്ധി പാലിക്കണം അല്ലെ. വിശ്വാസികൾ ദൈവം മുൻപാകെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം അത് മത്തായിയുടെ സുവിശേഷം 5:8 വാക്യത്തിലാണത് പറയുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കുക. വിശുദ്ധിയുടെ അനുഭവത്തിൽ മാത്രമേ ദൈവ സംസർഗം സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം. വിശുദ്ധിയോടുകൂടി സഭയിൽ പോകണം, പള്ളിയിൽ പോകണം അല്ലെ. ഒരുക്കമുള്ളവരായിരിക്കണം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം വിശ്വാസികൾ ദൈവം മുൻപാകെ വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം വിശുദ്ധിയുടെ അനുഭവത്തിൽ മാത്രമേ ദൈവ സംസർഗം സാധ്യമാകുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് അതാണ്. ഒന്നാമത്തെ പോയിന്റ് വിശ്വാസികൾ സമാധാനമുള്ളവരായിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക, വിശുദ്ധി പാലിക്കുന്നവരായിരിക്കുക. മൂന്നാമതായിട്ട് പറയുന്നുണ്ട് ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം നീക്കണം. 15-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്, ജാഗ്രതയായിരിപ്പീൻ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുവാനും
വല്ല കയ്പുമുള്ള വേരും മുളച്ചു പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാനും ഇടയാകുമല്ലോ. ഇപ്പൊ എന്താ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്? ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം നീക്കണം. ആരുടെങ്കിലും വിദ്വേഷമോ പകയൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് നീക്കണമെന്നാണ് പറയുന്നത്. വിശ്വാസികൾ പാപജീവിതം നയിക്കുന്നത് ദൈവകൃപ അലക്ഷ്യമാക്കുന്ന പ്രവൃത്തിയിലാണ്. മറ്റുള്ളവരെ പോലെയുള്ള വിദ്വേഷ മനോഭാവം അവർക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യും, അല്ലെ? മറ്റുള്ളവരുടെ വിദ്വേഷം വെച്ച് പുലർത്തുന്നത് അത് നമുക്കും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്. നമുക്കൊരു സമാധാനക്കേടല്ലേ ഇപ്പം ബാക്കിയുള്ളവരോട് പക വെച്ച് നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കാണുമ്പോഴോ അവരെ കുറിച്ച് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് സമാധാനക്കേടാണ്. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമില്ല. അപ്പൊ അതിന് പകരം ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം നീക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്, 3:12. എന്താ അവിടെ പറയുന്നത്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. അതാണ് മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ്. ഇനി നാലാമതായിട്ട് എന്താണ് പറയുന്നത്? സന്മാർഗത്തിൽ വളരുക. വാക്യം 16. എന്താ 16-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളീൻ. സന്മാർഗത്തിൽ വളരുക എന്നുള്ളതായിരുന്നു നാലാമത്തെ പോയിന്റ്. അവിടെ എന്താ പറയുന്നത്? ദൈവമക്കൾ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ അവർ ലോകത്തിനുള്ളവരല്ല, അല്ലെ? ലോകത്തിന്റെ ആയിട്ടുള്ള നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ലോകത്തിനുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളവരാണ്, അല്ലെ? അപ്പം ലോകത്തിന്റെ ആയിട്ടുള്ള മോഹങ്ങളിൽ പെട്ടു പോകാണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, അല്ലെ? നിത്യജീവൻ എന്നൊരു ലക്ഷ്യത്തോടു കൂടെ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഇവിടെ പറയുന്നുണ്ട്, ഏശാവിനെ പോലെ ജഡത്തിന്റെ താൽക്കാലിക സംതൃപ്തിക്ക് വേണ്ടി ആത്മീയ മൂല്യങ്ങൾ നിസാരമായി കരുതി പാപത്തിന് അടിമകളാകരുത്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ താൽക്കാലികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ആത്മീയ മൂല്യങ്ങളൊന്നും നിസ്സാരമായിട്ട് കരുതി പാപത്തിന് അടിമകളാകരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യജാതൻ എന്ന നിലയിൽ ഏശാവ് തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റത് താൽക്കാലികമായിട്ടുള്ള ജഡത്തിന്റെ ആവശ്യങ്ങൾക്കും സംതൃപ്തിക്കും വേണ്ടിയിട്ട് ആയിരുന്നു. അത് ആത്മീയ മൂല്യങ്ങളെയും പദവികളെയൊക്കെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്, അല്ലെ? നമ്മുടെ അപ്പോഴത്തെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മളുടെ ആത്മീയ മൂല്യങ്ങളെയും പദവികളെയും ഒന്നും നഷ്ടപ്പെടുത്തരുതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏശാവ് അങ്ങനെ ചെയ്തതോടുകൂടി അവന്റെ ആത്മീയ മൂല്യങ്ങളും പദവികളും ഒക്കെ നഷ്ടപ്പെട്ടതിന് തുല്യമായിരുന്നു. ഇവിടെ പാപക്ഷമ ലഭിച്ചാലും മൂല്യങ്ങൾ നഷ്ടമായത് തിരിച്ചു പിടിക്കുക പ്രയാസമാണ്. വിശ്വാസം ത്യജിക്കുന്നവർക്ക് തിരിച്ചുവരവ് അസാധ്യമാണ്. അത് 3 ഇടങ്ങളിൽ ലേഖനാകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിശ്വാസം ത്യജിക്കുന്നവർക്ക് തിരിച്ചുവരവ് പ്രയാസകരമാണെന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ. അത് 12:17, 6:6, 10:26 ഈ 3 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ രക്ഷയെ നാം നിസ്സാരമായി കാണരുതെന്നും ഇവിടെ പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. 12:17 എന്താ പറയുന്നത്? അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതാണ് ആ വാക്യത്തിൽ പറയുന്നത്. ഇനി 6:6 എന്താ പറയുന്നത്? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പൊ ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ 4 പോയിന്റ്സ് ആയിരുന്നു ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? സഭാമക്കൾ എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങള്. 1, എല്ലാവരോടും സമാധാനമുള്ളവരായിരിക്കുക. 2, വിശുദ്ധിയുള്ളവരായിരിക്കുക. 3, ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം നീക്കുക. 4, സന്മാർഗത്തിൽ വളരുക. അവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡാഷ് അനുഭവത്തിലാണ് ദൈവ സംസർഗം സാധ്യമാകുന്നത്. വിശുദ്ധിയുടെ അനുഭവത്തിലാണ് ദൈവ സംസർഗം സാധ്യമാകുന്നത്. ഇനി അടുത്തായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് എബ്രായ ലേഖനം 12:18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ എന്താ പറയുന്നത്? ദൈവവചനം നിരസിക്കരുത്. ദൈവവചനം നിരസിക്കരുതെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് എബ്രായർ 12:18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് താരതമ്യം ചെയ്യുന്നത്? ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലൊരു താരതമ്യം നടത്തുന്നുണ്ട്. സീനായി മലയിൽ വെച്ചായിരുന്നു പഴയ നിയമം
സ്ഥാപിച്ചത് അല്ലെ, ന്യായപ്രമാണം നൽകിയതൊക്കെ നമുക്കറിയാം. അത് സീനായ് മലയിൽ വെച്ചായിരുന്നു പഴയ നിയമം സ്ഥാപിച്ചത്. എങ്കിൽ പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത് സിയോനിൽ ക്രിസ്തുവിൽ കൂടെയായിരുന്നു. അതാണ് 2 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ പറയുന്നുണ്ട്, സീനായ് മലയിൽ ദൈവം പ്രത്യക്ഷനായപ്പോ ഭയാനകമായ അടയാളങ്ങൾ ദൃശ്യമായിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നത്? തീയ്, മേഘസ്തംഭം, കൂരിരുട്ട്, കാഹളനാദം, ഇവയൊക്കെ ഉണ്ടായി. ഇവയെല്ലാം എന്തിനെയാണ് വെളിപ്പെടുത്തുന്നത്? ദൈവ സാന്നിധ്യത്തിന്റെ ഭീകരതയാണ് വെളിപ്പെടുത്തുന്നത്. പുറപ്പാട് പുസ്തകം 19:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ എന്തായിരുന്നു അന്ന് പറഞ്ഞിരുന്ന മുന്നറിയിപ്പ് എന്തായിരുന്നു? ദൈവസന്നിധിയിലേക്ക് ആരും അടുത്തു വരരുത് എന്ന നിർദ്ദേശമായിരുന്നു അന്ന് നൽകിയിരുന്നത്. ആരെങ്കിലും മലയെ സമീപിച്ചാൽ മരണം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. എന്തായിരുന്നു? ദൈവസന്നിധിയിലേക്ക് ആരും അടുത്തു വരരുത് എന്നൊരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. മലയെ ആരെങ്കിലും സമീപിച്ചാല് അവർക്ക് മരണം ഉണ്ടാവുന്നൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. ദൈവത്തെക്കുറിച്ച് ജനത്തിന് ഭയമായിരുന്നു അല്ലെ. പുറപ്പാട് 20:19 വായിച്ചു നോക്കുക. പക്ഷെ പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? പുതിയ നിയമം ക്രിസ്തു സ്ഥാപിച്ച കൃപയുടെയും സ്നേഹത്തിന്റെയും സുവിശേഷമാണ്. അത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരുശലേമിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളായിരിക്കുന്ന സഭയുടെ ശ്രേഷ്ഠത ഇവിടെ വെളിപ്പെടുത്തുന്നു. വാക്യം 23-ഉം 24 വായിച്ചു നോക്കുക. അവിടെ എന്താ പറയുന്നത്? അവിടെ പറയുന്നുണ്ട്, ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ വിശ്വാസികളായിരിക്കുന്ന സഭയുടെ ശ്രേഷ്ഠതയാണ് വെളിപ്പെടുത്തുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ സമ്മേളിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് സ്വർഗം. അതാണ് വളരെ പ്രശ്നമായിട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ടവർ സമ്മേളിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് സ്വർഗം. അപ്പൊ നമ്മൾ എന്താ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? പഴയ നിയമത്തില് ദൈവത്തെക്കുറിച്ച് ജനത്തിന് ഭയമായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഭീതി ഉളവാക്കുന്നതായിരുന്നു ഭീകരത ഉളവാക്കുന്നതായിരുന്നു എങ്കില് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു സ്ഥാപിച്ചത് കൃപയുടെയും സ്നേഹത്തിന്റെയും സുവിശേഷമായിരുന്നു അല്ലെ. അത് ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ യെരുശലേമിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസികളായിരുന്ന സഭയുടെ ശ്രേഷ്ഠത നമ്മൾ വാക്യം 23-ലും 24-ലും കണ്ടു. അതുപോലെ പറഞ്ഞു, വീണ്ടെടുക്കപ്പെട്ടവർ സമ്മേളിക്കുന്ന വിശുദ്ധ സ്ഥലമാണ് സ്വർഗം. അതുപോലെ പറയുന്നുണ്ട്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ച മുറിവുകളോടുകൂടി അവിടെ പക്ഷപാതം ചെയ്യുന്നു. അവന്റെ ശബ്ദം കേൾക്കുന്നവർ ഐഹികമല്ലാത്തതും ഇളകാത്തതുമായ ദൈവരാജ്യത്തിന്റെ അവകാശികളാകും. അതുകൊണ്ട് ക്രിസ്തുവിനെ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്? 25-ാം വാക്യത്തില് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുക. എന്താ പറയുന്നത് അവിടെ? അരളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുകയും ഭൂമിയിൽ അരളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം അല്ലെ. അരളി ചെയ്യുന്നവനെ നിരസിക്കരുതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവന്റെ ശബ്ദം കേൾക്കുന്നവർ ഐഹികമല്ലാത്തതും ഇളകാത്തതുമായ ദൈവരാജ്യത്തിന്റെ അവകാശികളാകും അല്ലെ. അവന്റെ ശബ്ദം കേട്ട് അനുസരിച്ച് നടക്കുന്നവർ ദൈവരാജ്യത്തിന്റെ അവകാശികളാകും. അതുകൊണ്ട് ക്രിസ്തുവിനെ ശ്രവിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ഇളകാത്തതും ഉറപ്പുള്ളതുമായ ദൈവരാജ്യമാണ് നമ്മുടെ പ്രത്യാശയും ലക്ഷ്യവും. എന്താണ് നമ്മുടെ പ്രത്യാശയും ലക്ഷ്യവും? ഇളകാത്തതും ഉറപ്പുള്ളതുമായ ദൈവരാജ്യം. ആ ലക്ഷ്യത്തിനു വേണ്ടി വിശ്വാസം കൈവിടാതെ ഭയഭക്തി പുരസരം ദൈവാരാധന നടത്തി ഓട്ടം സ്ഥിരതയോടെ ഓടുക. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ പറയുന്നുണ്ട്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞേ? ഇളകാത്തതും ഉറപ്പുള്ളതുമായ ദൈവരാജ്യമായിരുന്നു നമ്മുടെ പ്രത്യാശയും ലക്ഷ്യവും. ആ ലക്ഷ്യത്തിന് വേണ്ടി വിശ്വാസം കൈവിടാതെ ഭയഭക്തി പുരസരം ദൈവാരാധന നടത്തി ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇനി അതുപോലെ പറയുന്നുണ്ട്, എങ്ങനെയാണ് വിശ്വാസികൾക്ക് സിയോൻ പർവ്വതത്തിലേക്ക് കയറാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അത് പരിശുദ്ധ മാമോദിസ വഴി
ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച വിശ്വാസികൾക്ക് സിയോൻ പർവ്വതത്തിലേക്ക് കയറുവാൻ സാധിക്കും. പരിശുദ്ധ മാമോദിസ വഴി ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ച വിശ്വാസികൾക്ക് സിയോൻ പർവ്വതത്തിലേക്ക് കയറുവാൻ കഴിയും. രക്ഷാകരമായ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിൽ കൂടി അത് സാധ്യമാകും. എങ്ങനെ അത് സാധ്യമാകുന്നത്? വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിൽ കൂടി. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ സ്തോത്രാർപ്പണമാണ്. അതിൽ കൂടി നാം ദൈവത്തിന് സ്വീകാര്യമായ ആരാധന സമർപ്പിക്കുന്നു. അതുവഴി ദൈവരാജ്യത്തെ നമ്മുടെ ഇടയിൽ നമുക്കും സ്വീകരിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തെ നമ്മുടെ ഇടയിൽ സ്വീകരിക്കുന്നത്? വിശുദ്ധ കുർബാന വഴി. അതൊന്ന് വായിച്ചു നോക്കുക. ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. അപ്പം പരിശുദ്ധ മാമോദിസ സ്വീകരിച്ചതായ നമ്മളെല്ലാവരും സിയോൻ പർവ്വതത്തിലേക്ക് കയറുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ കുർബാനയെ അനുഷ്ഠിക്കുന്നത് കൂടിയാണ് അത് സാധ്യമാകുന്നത്. അതിൽ കൂടി നാം ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയാണ് സമർപ്പിക്കുന്നത്. അതുവഴി ദൈവരാജ്യത്തെ നമ്മുടെ ഇടയിൽ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ജസ്റ്റ് വായിച്ചു പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്. താങ്ക് യു സോ മച്ച്.